പിതാക്കന്മാരെ, വന്യനായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട ശമാശൻ, പ്രിയപ്പെട്ട യുവജന പ്രസ്ഥാന പ്രവർത്തകരെ, ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കഴിഞ്ഞ വർഷങ്ങളിലായി പരിശുദ്ധ പരിമളത്തിന്മേൽ ഓർമ്മപ്പെടുന്നതോടനുബന്ധിച്ച് ഇവിടെ നടത്തപ്പെടുന്ന അഖണ്ഡ പ്രാർത്ഥന, വിശുദ്ധ വേദവായന ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന അഭിവന്യ യോഹന്നാൻ മാർ തിരുമേനി, മലയാള മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ യോഹന്നാൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, ഇടുക്കി ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ മാത്യൂസ് മാർ തെവോദോസിയോസ് തിരുമേനി, യുവജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജസനച്ചൻ, ട്രഷറർ പ്രനോൻ ടി മാത്യൂസ്, മാവേലിക്കര ഭദ്രാസന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബിജിയച്ചൻ, യുവജന മാസികയുടെ ചീഫ് എഡിറ്റർ ജോജി, കൊട്ടാരക്കര ഭദ്രാസന ജനറൽ സെക്രട്ടറി അനിൽ ടി.സി, ട്രഷറർ ഡാനി തുടങ്ങി കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും. ഇതിന് നേതൃത്വം നൽകുന്നത് യുവജന പ്രസ്ഥാനത്തിൻ്റെ നിരണം മാവേലിക്കര ചെങ്ങന്നൂർ മേഖലയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ജേക്കബ് കുമ്മനാണ്. ബഹുമാനപ്പെട്ട ജേക്കബ് കുമ്മനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അംഗം അലക്സ് മാർപ്പുറം തുടങ്ങി വന്നിട്ടുള്ള എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തെ പെരുന്നാൾ ശുശ്രൂഷകൾ നമുക്ക് എവർക്കും അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് ദൈവസനത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രവർത്തനത്തിൽ പ്രാർത്ഥനയും പഠനവും അതുപോലെ സേവനവും ഒന്നിച്ച് മുൻകൈ എടുത്ത് നടത്തിയ പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ കൊണ്ടാടുന്നതോടനുബന്ധിച്ച് നമ്മൾ 144 മണിക്കൂർ അഖണ്ഡ പ്രാർത്ഥന നടത്തുകയാണ്. ഇത് ഈ ദേശത്തും നമ്മുടെ സഭയ്ക്കും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് തീർക്കുന്നു. യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരോട് സഭയ്ക്ക് വേണ്ടി എനിക്ക് ഒരപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ളത്, ഈ പ്രാവശ്യത്തെ ഈ അഖണ്ഡ പ്രാർത്ഥന നിയോഗം നടത്തുമ്പോൾ സഭയുടെ പ്രതിസന്ധി ഒരു പ്രധാന പ്രാർത്ഥനാ വിഷയമായിരിക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. തെരുവിൽ പോയി കിടന്ന് പ്രാർത്ഥന യജ്ഞം ഒരു പരിഹാസത്തിനും ആക്ഷേപത്തിനും ഇടയാക്കാതെ പരിശുദ്ധനായ പരിമള തിരുമേനി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി കണ്ട് കാത്തു സൂക്ഷിച്ച് ഇരുന്ന പ്രാർത്ഥനയുടെ അനുഭവത്തിൽ പുണ്യപിതാവ് പ്രാർത്ഥിച്ച ഒരു മുറിക്കുള്ളിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. സഭ നേരിടുന്ന പ്രയാസം, പ്രതിസന്ധി നിങ്ങൾക്കെല്ലാം നല്ലവണ്ണം ബോധ്യമുണ്ട്. ഒരു രാജ്യത്തെ നീതി വ്യവസ്ഥിത കോടതി പ്രഖ്യാപിച്ച വിധി ഞങ്ങൾ അംഗീകരിക്കുകയില്ല, അത് നടപ്പാക്കാൻ സമ്മതിക്കുകയില്ല എന്ന് ഒരു ക്രൈസ്തവ സഭയും അതിൻ്റെ മേലധ്യക്ഷന്മാരും അതുമായി ബന്ധപ്പെട്ടവരും പരസ്യമായി രംഗത്തിറങ്ങി നീതി വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുകയും അതിന് മറ്റ് പലരും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ ഇത് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ദേവാലയത്തിൻ്റെ വിഷയം മാത്രമല്ല, സത്യം, ധർമ്മം, നീതി എന്ന് പറയുന്ന ഒരു പ്രധാന സംഗതി കൂടി അതുണ്ട്. ഇത് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യതയും ഒക്കെയും ബാധിക്കുന്ന വലിയ വിഷയമാണ്. അപ്പോൾ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് അരാജകത്വം അഴിച്ചുവിട്ടു കഴിഞ്ഞിരിക്കുക. ഇതൊക്കെ ഇനി എങ്ങനെ തിരികെ നമുക്ക് കൂട്ടിക്കെട്ടാൻ സാധിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് യുവജന പ്രസ്ഥാന പ്രവർത്തകരോട് ഞാൻ പ്രത്യേകമായി സഭയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്, ഈ വർഷത്തെ 144 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയിൽ പ്രധാന വിഷയം മലങ്കര സഭയുടെ സമാധാനവും സഭ നേരിടുന്ന ഇന്നത്തെ ഈ പ്രതിസന്ധിയും ആയിരിക്കണം എന്നുള്ളത് നമ്മുടെ ബാബാക്കുട നമസ്കാരത്തിലും അതുപോലെയുള്ള പുസ്തകങ്ങളും സഭയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയുണ്ട്. ഈ പ്രതിസന്ധി ദൈവികമായി പരിഹരിക്കപ്പെടുവാൻ നമ്മുടെ 144 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു നല്ല നീക്കുപോക്കുണ്ടാക്കാൻ ഞാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പോലെ
ഭാഗ്യം സ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ പാർക്കുമോ കാണുവാൻ കാക്ഷിച്ചൊരു സഹദേ വളച്ചിറകുകൾ പൂണ്ടുന്നത പദമേറി മുടിയോറായി മേലയിലുവാതാവേ കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാതെന്റെ ശമവും ശാന്തി വളരട്ടെ ഞങ്ങളോട് യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു മഹാപരിശുദ്ധൻ മഹാമഹർഷി പ്രാർത്ഥനയ്ക്കായി ചെലവഴിച്ച ഈ പുണ്യഭൂമിയിൽ ഈ പരിശുദ്ധമായ മുറിയിൽ കൂടി വന്ന് പ്രാർത്ഥന നിലനിർത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. അതിന് ചുമതലപ്പെട്ടവർക്ക് ഈ കാര്യങ്ങൾ വിഘടിതമായി നിൽക്കുന്നവർക്ക് നേരാമെന്ന കാര്യങ്ങൾ ചിന്തിക്കുവാനുള്ള വിവേകബുദ്ധി വിവേചന ശക്തി പരിശുദ്ധാത്മാവിൽ നടത്തണമേ. പരിശുദ്ധ വലിയ ബാബാ തിരുമേനിയും സഭയെ നയിക്കുന്ന മഹാപുരോഹിതനായ പരിശുദ്ധ ബാബാ തിരുമേനിയും എല്ലാ മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും ശമാശന്മാരെയും സുവിശേഷകന്മാരെയും എല്ലാ ദൈവിക വേലക്കാരെയും സമർപ്പിക്കുന്നു. എല്ലാ ആശ്രമങ്ങളെയും മഠങ്ങളെയും സമർപ്പിക്കുന്നു. എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളെയും പ്രവർത്തകരെയും സമർപ്പിക്കുന്നു. പ്രത്യേക അഖില നഗര യുവജന പ്രസ്ഥാനത്തിനു വേണ്ടി ഭാരവാഹികൾക്ക് വേണ്ടി പ്രധാന പ്രവർത്തകർക്ക് വേണ്ടി സകലർക്കും വേണ്ടി അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാം വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യരാക്കി അന്ത്യത്തോളം നിന്റെ കൃപയിൽ വിശ്വസ്തരായി നിലനിൽക്കുവാൻ സഹായിക്കണമേ. ഈ പ്രാർത്ഥനായജ്ഞത്തെ അവിടുത്തെ വാഴ്ത്തണമേ. മുടക്കം കൂടാതെ പൂർത്തിയാക്കുവാൻ കൃപയുള്ളണമേ. ആരുടെ മധ്യസ്ഥയിൽ അഭയം തേടുന്നു ആ മഹാപരിശുദ്ധന്റെ മധ്യസ്ഥ ഞങ്ങൾക്ക് കാവലിങ്ങോട്ടേയും കൂട്ടുമായിരിക്കണമേ. ദൈവമാതാവിൻ്റെയും മാർത്തോമാശ്ലീഹായുടെയും എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധമതികളുടെയും പ്രാർത്ഥനയാലും മധ്യസ്ഥതയാലും അപേക്ഷയാലും തന്നെ. കാണുന്നു പരിശുദ്ധ വേണ്ട കഷ്ടത ചിന്തയുമടിയ പിന്നൊഴിക്ക സൽക്രിയകൾക്കു മനഃശുദ്ധ്യ സംഗതി വരണേയം. പ്രസ്ഥാനത്തിന്റെ അകന്ന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം ഇവിടെ കടന്നു വന്ന പിതാക്കന്മാരോട് ഒരു വാക്ക് നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നിർമ്മദ്രാസനാധിപൻ അഭിനയ ഡോക്ടർ യുഹാനൻ മാർക്കോസ് തോമസ് മെത്രാപ്പൊലീത്ത തിരുമനസ്, ഓർത്തഡോക്സ് ക്രൈസ്തവ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് അഭിനയ യുഹാനൻ മാർക്കോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്, ഇടുക്കി ഭദ്രാസനാധിപൻ അഭിനയ മാത്യൂസ് മാർ തെവോദോസിയോസ് തിരുമനസ്, മൂന്ന് പിതാക്കന്മാരോടുള്ള നന്ദിയും സ്നേഹവും പ്രസ്ഥാനത്തിന് വേണ്ടി അറിയിക്കുന്നു. പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മാത്യൂസ് ടി ജോണച്ചൻ, ട്രഷറർ പുന്നൂറ്റി മാത്യൂസ്, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന അലക്സ് മണപ്പുറത്ത്, ഈ യുവജന പ്രസ്ഥാനത്തിന്റെ പരിപാടികൾക്ക് ഇവിടെയുള്ള പരമലയിലുള്ള പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന കേന്ദ്ര സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ജേക്കബ് ഉമ്മൻ, എക്സിക്യൂട്ടീവ് അംഗം അനിൽ TC, മറ്റ് ഭദ്രാസന ഭാരവാഹികൾ, ചെങ്ങന്നൂർ ഭദ്രാസന സെക്രട്ടറി ജോബിൻ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ബിജു മാത്യു, ഓർത്തഡോക്സ് യുവജന മാസികയുടെ ചീഫ് എഡിറ്റർ ജോർജി പി തോമസ്, മറ്റ്
സജി ഭട്ടനോടും സഭ മാനേജിംഗ് കമ്മിറ്റിയും മറ്റു വന്നിരുന്ന എല്ലാ യുവ സുഹൃത്തുക്കൾക്കുമുള്ള സന്തോഷവും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. തുടർന്ന് അഭിനന്ദ തിരുമനസ്സുകൊണ്ട് ഒരു സങ്കീർത്തനം വായിച്ച് ഇപ്പോൾ തുടങ്ങുന്നു. ഞാൻ ചൊല്ലിത്തരാൻ നിങ്ങൾ അറിയിച്ചു തരണം. 23 സങ്കീർത്തനമാണ് ചൊല്ലുന്നത്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന് തീരത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമത്തിൽ തന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഊരിൽ താഴെ കൂടി നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, എന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണോണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞറിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ കാലം വസിക്കും. ദൈവമേ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സഭയ്ക്ക് വേണ്ടി കണ്ണുനീരോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങൾ കണ്ണുനീരോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് അതിനുള്ള അനുഗ്രഹം കിട്ടും. അതുകൊണ്ട് മുട്ടിപ്പായിട്ട് ദൈവത്തോട് ഈ പരിശുദ്ധൻ വസതിയിലിരുന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന്റെ മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടുണ്ടായിരിക്കും. സഭയെ തകർക്കുവാനായിട്ട് ഒരു ചെന്നായിയും അനുവദിക്കാൻ പാടില്ല. ഞാനത് പറയുന്ന ആരെങ്കിലും ഉദ്ദേശം കൊണ്ട് പറയുന്നല്ല, അത് പൈശാചികമായ പ്രവർത്തനത്തെ ഉദ്ദേശിച്ച് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് നല്ല മക്കളായി ജീവിപ്പാൻ, ദൈവത്തിന്റെ മാതൃകയുള്ള സഭയായിരിക്കാൻ, പ്രശ്നങ്ങളിൽ നിന്ന് ഈ സഭ വിമുക്തമാകുവാൻ തക്കണം മുട്ടിപ്പായി എല്ലാവരും പ്രാർത്ഥിക്കണം. അത് ഓരോ ബാച്ച് കഴിയുമ്പോൾ അടുത്ത ബാച്ചുകാരോട് പറയാനായിട്ട് പ്രത്യേകിച്ച് ഓർക്കുകയും ചെയ്യണം. ആദ്യത്തെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരം കൊട്ടാരക്കര ഭദ്രാസനത്തിൽ നിന്നുള്ള യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാണ്. ബഹുമാനപ്പെട്ട മാവേലിക്കര ഭദ്രാസനത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബിജി അച്ഛന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇപ്പോൾ പുല്ലുട്ടി മാത്യൂസ് ആദ്യത്തെ സങ്കീർത്തനം വായിച്ചു തുടങ്ങുന്നു. അതിനുശേഷം ബാക്കി ഭദ്രാസനത്തിലേക്ക് കൈമാറുന്നു. പ്രവാസികളെ ഏർപ്പെടുത്തിയിരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആചരികത്തെ നട്ടിരിക്കുന്നതും തക്കാലത്തെ ഫലം കായ്ക്കുന്നതും ഇല പാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുവാരുന്ന പതർ പോലെ അത്രയും. ആകയാൽ ദുഷ്ടന്മാരായ വിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നിരിക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളയുക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ശരിക്കുന്നു, കർത്താവിനെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എന്റെ വിശുദ്ധ പർവ്വതമായ സീയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, നിന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കൃഷ്ണന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധിപ്പെടുപ്പിക്കും, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളും. ഭയത്തോടെ ഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ച് ഉല്ലസിപ്പിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിപ്പിൻ. അവന്റെ കോപം ക്ഷണത്തിലിരിക്കും, അവനെ ശരണം പ്രാപിക്കുന്നവർക്കും ഭാഗ്യവാന്മാർ. യഹോവയുടെ വൈദികളെ പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അവനെ ദൈവത്തിന്റെ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം,
എന്റെ മഹത്വം എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളി ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങയാൽ ഉണർന്നിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. യഹോവേ, എഴുന്നേൽക്കണമേ, എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. നീ എന്റെ ശത്രുക്കളെയൊക്കെ ചീട്ടത്തടിച്ചു, നീ ദുഷ്ടന്മാരുടെ പല തകർത്ത് കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ.